എങ്ങനെയുണ്ടായി? നല്ലൊരു പേടിച്ചാ? കുറച്ചൊക്കെ പേടി. നല്ല ആട്ടം ഉണ്ടായിരുന്നില്ലേ? പുഴ അവിടെ താഴെയല്ലേ, നമ്മൾ ഇവിടെ നിന്നാ നമ്മള് മുങ്ങി തലക്ക് ഇത്രയും വെള്ളം വന്നർത്ഥം. ഹലോ, നമ്മൾ എന്നുള്ളത് മൂന്നൂർപ്പിള്ളി അമ്മാവന്റെ ആന്റിയുടെ വീട്ടിലാണ്. ഇത് രവി ആന്റി, അത് സുരേഷ് അമ്മാവനാണ്. അപ്പോ നമ്മൾ ഇന്ന് പോണ സ്ഥലം എന്ന് വെച്ചാൽ ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമമാണ്. അപ്പൊ ഇവര് നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ നമുക്ക് പോയിട്ട് കാണാം. അങ്ങനെ നമ്മൾ ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമത്തിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ഒരു ചെറിയ എമൗണ്ട് ടിക്കറ്റ് ചാർജ് ആയി. ഒരു 130 രൂപ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടിയിട്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മളിതേ പോവാണ്. ഇപ്പൊ പുഴയിലേക്ക് ഇറങ്ങുന്നതിന് പറ്റുന്നില്ല, കാരണം പുഴയിൽ വെള്ളക്കൂടുതലായതുകൊണ്ടായിരിക്കും. പിന്നെ ഈ തുമ്പർമുഴി ഡാം അതിന്റെ ഉദ്ദേശം തന്നെ ഈ പുഴ ഇങ്ങനെ വട്ടം കെട്ടി ഇട്ട് അത് രണ്ട് സൈഡിലേക്ക് വെള്ളം വിടുകയാണ്. അതായത് ഇടതുകര കനാലും വലതുകര കനാലും. ഇതിപ്പോ ഇടതുകര കനാലിലേക്കുള്ള ഷട്ടർ ഇപ്പൊ തുറന്നിരിക്കുകയാണ്. അപ്പൊ ഈ കനാല് തുറന്ന് ഇതിലെ വെള്ളം ശക്തിയായിട്ട് ഒഴുകുന്നതാണ്. ഷട്ടർ തുറന്ന അപ്പോൾ ഉണ്ടായ ആ ഫോഴ്സാണ് ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു ഏറുമാടുണ്ട്. അതിലേക്ക് നമുക്കിപ്പോ കയറാൻ പറ്റില്ല, കാരണം അതൊക്കെ ആകെ ദ്രവിച്ച പോലെയാണ് ഇരിക്കുന്നത്. നമുക്ക് പറയാൻ പറ്റില്ല എങ്ങനെയാന്ന്. അപ്പൊ നമ്മൾ റിസ്ക് എടുത്തില്ല. അതിന്റെ അപ്പുറത്ത് കാണുന്നതാണ് തൂക്കുപാലം. അവിടെ നിന്ന് അപ്പുറത്തേക്ക് എത്തുമ്പോൾ തൂമ്പൂർമൊഴി ഡാമിന്റെ ആ സൈഡ് എത്തും. ഇത് ശരിക്കും പറഞ്ഞാൽ എറണാകുളം ജില്ലയും ഈ പുഴയുടെ അപ്പുറത്ത് തൂമ്പൂർമൊഴി എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയാണ്. നമുക്ക് അങ്ങോട്ട് പോകാനൊക്കെ പറ്റുമായിരുന്നു. സാധാരണ അങ്ങോട്ട് കടത്തി വിടാറുണ്ടായിരുന്നു. ഇന്ന് അവിടെ ലോക്ക് ചെയ്തിട്ടേക്കാണ്. അപ്പൊ നമുക്ക് പോകാൻ പറ്റിയില്ല. ഇത് കനാലിലെ വെള്ളാട്ടോ, അതായത് തൂമ്പൂർമൊഴി ഡാമിന്ന് കനാലിലോട്ട് പോണ വെള്ളാണിത്. അപ്പൊ ഇനി നമുക്ക് തൂക്കുപാലത്തിലേക്ക് പോയിട്ട് നോക്കാം. നമ്മള് തൂക്കുപാലത്തിന്റെ മുകളിലാണ്. നടക്കാൻ പേടിയായിട്ട് പാടില്ല കേട്ടോ. പയ്യെ ആന്റിക്കും പേടിയുണ്ട് കേട്ടോ, എനിക്ക് മാത്രല്ല. ആ കാണുന്നതാണ് തുമ്പൂർമൊഴി ഡാം. നമ്മളിപ്പോ 2 ജില്ലകളുടെ നടുക്കിലായിട്ടാണ് നിക്കണത്. അവിടെ എറണാകുളം, അവിടെ തൃശ്ശൂര്. നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോ വിചാരിക്കും ഇത് ശരിക്കും ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പാലാണെന്ന്. പക്ഷെ ഇത് ആടിയിട്ട് എനിക്ക് പേടിയായിട്ട് പാടില്ല. എങ്ങനെയുണ്ടായി? നല്ലൊരു പേടിച്ചാ? കുറച്ചൊക്കെ പേടി. നല്ല ആട്ടം ഉണ്ടായിരുന്നില്ലേ? അതുകൊണ്ടൊരു ഭയങ്കര ഒരു രസമുള്ളൊരു അനുഭൂതി. ഇവിടെ ചാർജസ് ഉണ്ട് കേട്ടോ. നമ്മുടെ ഏഴാറ്റുമുഖത്തിന്റെ ടിക്കറ്റ് വെച്ചിട്ട് ഇവിടെ കയറാൻ പറ്റില്ല. ഇവിടെ എക്സ്ട്രാ ടിക്കറ്റ് എടുക്കണം. ഒരാൾക്ക് 20 രൂപയാണ്. അപ്പൊ നമ്മൾ ടിക്കറ്റ് എടുത്തു, ജസ്റ്റ് കയറാൻ പോവാണ്. ഇതാണ് തുമ്പൂർമൊഴി ഗാർഡൻ. ഇവിടെ കുറെ ചിത്രശലഭങ്ങളെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇത് വെൽ മെയിൻറ്റൈൻഡ് ആണ്. ഇവിടെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് അവർ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട് എൻട്രൻസ് ടൈം എത്രയാ, 9 മണി തൊട്ടിട്ട് 5 മണി വരെയാണ്. പിന്നെ ഇവിടെ വന്ന ആൾക്കാർക്ക് എക്സിറ്റ് ടൈം 6 മണി വരെയാണ്. ഒരു ഫ്ലൈ ഗീസ് കൊടുത്തേ. ആദ്യം മേടിച്ച് ചോക്കോബാർ കുരങ്ങ് കൊണ്ടുപോയി. ഇത് രണ്ടാമത്തെയാണ്. ഇതേ ഇവിടെ ഒരു കുരങ്ങിന് കൈയില്ല കേട്ടോ, പാവം. ചേട്ടനാ? ഇപ്പഴാണ് അവിടെ വെള്ളം വന്നത്. അടിപൊളിയാണ്, നല്ല രസമുണ്ട് കാണാൻ. അമ്മാടി വെള്ളം നോക്കടാ. 2018 നമ്മുടെ ഫ്ലഡ് ഉണ്ടായ സമയത്ത് മാക്സിമം ഫ്ലഡ് ലെവലാണ് കേട്ടത്. ഇവിടെ വെള്ളം നിറഞ്ഞ് ഒഴുകിണ്ടായി. അതായത് നമ്മൾ ഇവിടെ നിൽക്കണം, പുഴ അവിടെ താഴെയല്ലേ, നമ്മൾ ഇവിടെ നിന്നാ നമ്മള് മുങ്ങി തലക്ക് ഇത്രയും വെള്ളം വന്നർത്ഥം. എന്തോരം പ്രദേശം മുഴുവനും വെള്ളത്തിൽ മുങ്ങി.
ഇത് തുമ്പൂർമുഴിയിലുള്ള ഒരു വാച്ച് ടവർ ആണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ പുഴയൊക്കെ കാണാൻ പറ്റും. പക്ഷെ ഇപ്പം പുഴയിൽ വെള്ളമൊന്നുമില്ല, വെള്ളം കുറവാണ്, നിറച്ച് പാറയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ ഇതൊക്കെയാണ് തുമ്പൂർമുഴി. ഇത് നമ്മുടെ ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമം വിശേഷങ്ങള്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. സൂര്യന് ചാട്ടം എടുത്ത് ഹായ് കൊടുത്തേ. നാളെ വരാൻ പറഞ്ഞു. നാളെ പൊക്കോ.